ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഇത്തിരി നേരത്തെ എഴുന്നേറ്റ് ഒരു 5 മണി ആകുമ്പോഴത്തേന് 4:45 ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് തോന്നുന്നു. ഇന്ന് നമ്മുടെ അന്നക്കുട്ടീനെയും സെല്ലക്കുട്ടീനെയും സ്കൂളിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുപോവാണ്. അന്നക്കുട്ടി LKGയിലാണ്, സെല്ലക്കുട്ടി PKGയിലാണ്. അപ്പോൾ ഇതാ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം വെള്ളം കുടിക്കും. അങ്ങനെ തീർച്ചയായും മസ്റ്റായും കുടിക്കും എന്നൊന്നും ഞാൻ പറയണില്ല, ഓർമ്മയുള്ള ദിവസം കുടിക്കും. ഇന്നിപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കാനൊരു പ്രശ്നത്തിനായിട്ട് അപ്പോൾ അതുകൊണ്ട് കുടിച്ചതാണ്. എന്നാൽ ഞാൻ അടുത്തത് നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയാണെന്ന് വയ്ക്കുന്നത്. ബീട്രൂട്ട് ഉപ്പേരിയും സാമ്പാറും പിന്നെ ചട്നി അരയ്ക്കണം. നമ്മളൊക്കെ മാവ് ദോശയ്ക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലായിട്ട് ചട്നി അരയ്ക്കണം. പിന്നെ ഇതാ നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞത് എങ്ങനെ എന്താ ഞാൻ അരിയണേന്ന് നിങ്ങൾ ചിന്തിച്ച് തലപകച്ച് ഉണ്ടാക്കൊന്നും വേണ്ട. നമ്മളിന്നൊരു സൂത്രം ചെയ്യാൻ പോവാണ്. ബീട്രൂട്ടിൽ കണ്ടതാണ് സൂത്രം. ബീട്രൂട്ട് അരിഞ്ഞെടുക്കാനുള്ളൊരു സൂത്രമാണിത്. ബീട്രൂട്ട് ഞാൻ നേരത്തെ അരിഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട്, അതേപോലെ അരിഞ്ഞ് മിക്സിയിട്ട് ജാറിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ലപോലെ ശരിയായി കിട്ടും. പിന്നെ എനിക്ക് ഉള്ളിയുടെ അടുത്ത് കൂടെ പോകാൻ പറ്റില്ല. ഉള്ളി വേറൊരാൾ അരിയണതെന്ന് വെച്ചാൽ അപ്പുറത്തിരുന്ന് ഞാൻ ഇപ്പുറത്തിരുന്ന് കറിയും. അതാണ് എൻ്റെ അവസ്ഥ. ഉള്ളി എനിക്ക് അത്രയ്ക്ക് അലർജിയാണ്. ദോശ എന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് മാറ്റി പിടിച്ചു ഇഡ്ഡലി ആക്കി. കാരണം എല്ലാവർക്കും ദോശ ഉണ്ടാക്കി കഴിച്ച് പോകുമ്പോഴത്തേനും ഒരു നേരമാവും. അന്നക്കുട്ടീനും സെല്ലക്കുട്ടിയുടെയും ഫസ്റ്റ് ഡേ ആണെന്ന് സ്കൂളിൽ. ഇവർക്ക് ഇച്ചിരി നേരം വൈകിട്ടാണ് കേട്ടോ സ്കൂൾ തുറന്നത്. ഇവർക്ക് 10-ാം തീയതിയാണ് സ്കൂൾ റീഓപ്പണിങ്. അന്നക്കുട്ടി കഴിഞ്ഞ കൊല്ലം PKGയിൽ പോയായിരുന്നു. കാരണം അന്നക്കുട്ടി അത് കാരണം ആദ്യമായിട്ടല്ല സ്കൂളിൽ പോകുന്നത്. സെല്ലക്കുട്ടി ഫസ്റ്റ് ഡേ ആണ് സ്കൂളിലോട്ട്. സെല്ലക്കുട്ടി PKGയിലാണ് കേട്ടോ. അമ്മ ദേ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ കോലപ്പത്തെ. അപ്പോഴേക്കും അന്നക്കുട്ടി എഴുന്നേറ്റ് വന്നു. അന്നക്കുട്ടി നേരത്തെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കരയോ എന്തോന്നൊന്നും അറിയില്ല. സ്കൂളിലെത്തിയാൽ നമ്മുടെ ഇഡ്ഡലിക്കുള്ള ആ ചട്നി അരച്ചു. ഞാൻ 2 ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഇട്ടാണ് വെച്ചത്. കാരണം അപ്പൂന് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അപ്പൂന് ഇച്ചിരി അപ്പോൾ നന്നായി കഴിക്കും ബീട്രൂട്ട്. അപ്പോൾ അപ്പൂന് ഇത്തിരി എരിവ് കുറവ് ആക്കിയിട്ട് ഞാൻ ഉപ്പേരി കാച്ചി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി അത്യാവശ്യം എരിവ് ആക്കിയിട്ട് ഞാൻ ഉപ്പേരി കാച്ചു. അങ്ങനെ 2ആയിട്ടാണ് ഞാൻ വെക്കുക. സാമ്പാർ വെക്കുന്നുണ്ട്. പിന്നെ അതിനുള്ള കുക്കറാണ് കേട്ടോ അതേ അടുപ്പത്തിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഇവിടെ ഒന്നും വെള്ളം പോയി കിടക്കണതോ ഒഴുക്കായി കിടക്കണതോ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അപ്പം തുടച്ച് നീക്കും, അപ്പം വൃത്തിയാക്കും. ഇങ്ങനെ തുടയ്ക്കാൻ തന്നെ എൻ്റെ കുറേ നേരം തോന്നുന്നുണ്ട് ഒരു ദിവസത്തിൽ. നമ്മുടെ ഇഡലി ആയിട്ടുണ്ട്. ചായ തിളച്ചു. ചായ ഞാൻ മധുരമിടാതെയാണ് തിളപ്പിക്കുക. അമ്മയ്ക്ക് മധുരം പറ്റില്ല. അപ്പോൾ ഞാൻ മധുരമിടാതെ തിളപ്പിച്ച് അമ്മയ്ക്കുള്ളത് മാറ്റി വെച്ച് പിന്നെ നമുക്കുള്ളത് മധുരം ഇട്ടെടുക്കും. അങ്ങനെയാണ് ചെയ്യുക. ചായ പാടായിട്ടാതിരിക്കാൻ ഞാനിങ്ങനെ നല്ലോണം മാറ്റിയിട്ടാണ് വെക്കുക. കാരണം അപ്പു പാടയുടെ ഒരു തരി അതിൽ എവിടെയെങ്കിലും കണ്ടാൽ നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് തന്നെ കണ്ടാൽ അപ്പു പിന്നെ ആ സാധനം കൈകൊണ്ട് തൊടില്ല. അയ്യേ പറഞ്ഞിട്ട് അപ്പോൾ മാറ്റി വയ്ക്കും. അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ എടുത്ത വശം നല്ലോണം മാറ്റി പതപ്പിച്ച് അങ്ങ് വയ്ക്കും. അപ്പോൾ പിന്നെ പാട കിട്ടില്ലല്ലോ. ഇന്ന് പിന്നെ അപ്പൂനെ അവനെ പിക്ക് ചെയ്യാൻ വരുന്ന ഓട്ടോയിൽ തന്നെ പറഞ്ഞേക്കും. അന്നക്കുട്ടീനെയും സെല്ലക്കുട്ടീനെയും 9:30 വിടണ്ടുള്ളൂ. അപ്പു 9 മണിയാകുമ്പോഴത്തേനും സ്കൂളിലെത്തണം. അപ്പൂന് 9:30 അവർക്ക് പ്രോഗ്രാം കഴിഞ്ഞ് വേണമെങ്കിൽ കുറച്ച് നേരം ക്ലാസ്സിലിരുത്തുമായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ 2 ആളിനെയും കൊണ്ടുപോകണം. അതൊരു ടാസ്ക് തന്നെയാണ്. ആദ്യമായിട്ടാണ് 3 ആളിനെയും ഒരുക്കി സ്കൂളിൽ വിടുന്നത്. അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. സമയത്തിന് കഴിയുമോ, എന്താ അവസ്ഥ, സെല്ലക്കുട്ടിയൊക്കെ കരയോ എന്നുള്ള ടെൻഷൻ നല്ലോണം ഉണ്ട്. സെല്ലക്കുട്ടി അപ്പു എണീറ്റിട്ടില്ല. അന്നക്കുട്ടി പിന്നെ ആദ്യം എണീറ്റ് കുത്തിരിപ്പാണ്. അപ്പു സാധാരണ നേരത്തെ എണീക്കാറുള്ളതാണ്. ഇന്നെന്താണാവോ പറ്റിയ അപ്പു എണീക്കാൻ നേരം വൈകിട്ടുണ്ട് നല്ലോണം. സെല്ലക്കുട്ടി അല്ലേലും നേരം വൈകിട്ടാണ് എണീക്കാറ്. അന്നക്കുട്ടി അവരെ വിളിക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ വിളിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അന്നക്കുട്ടി വിളിക്കുന്നത്. അന്നക്കുട്ടി വിളിക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ സെല്ലക്കുട്ടി നേരത്തെ എഴുന്നേറ്റു. അപ്പു എണീക്കാൻ ഉദ്ദേശമൊന്നുമില്ല. അന്നക്കുട്ടീനെ തട്ടി മാറ്റുകയാണ്. അന്നക്കുട്ടി മാക്സിമം അന്നക്കുട്ടിയുടെ കൊണ്ട് പറ്റാവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പൂസ് എണീക്കണില്ല. സാധനം നമ്മുടെ അന്നക്കുട്ടി എന്തൊക്കെയോ പറഞ്ഞ് അപ്പൂനെ ഒരു വിധം എഴുന്നേൽപ്പിച്ചുണ്ടാക്കി. നമ്മുടെ സെല്ലക്കുട്ടി പല്ല് തേക്കിയാണ്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവൾ ഓടി വന്ന് പല്ല് തേക്കാൻ നിന്നാട്ടോ. എന്നെയും കൂടെ വീഡിയോ എടുത്തോ മമ്മി എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് തേക്കാറൊന്നുമില്ല, മടിയാണ്. ചിലപ്പോൾ പേസ്റ്റ് തിന്നിട്ട് അങ്ങ് പോരും. അതാണ് സെല്ലക്കുട്ടിയുടെ അവസ്ഥ. ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതിൻ്റെ എല്ലാവിധ എക്സൈറ്റ്മെൻറ്റും സില്ലുവിനുണ്ട് കേട്ടോ. പുതിയ ബാഗും കൊടയും ഒക്കെ മേടിച്ചിട്ടുണ്ട് സില്ലുവിന്. അപ്പോൾ അതൊക്കെ കൊണ്ട് പോകാൻ ആർക്കായാലും ഇച്ചിരി എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ മക്കൾക്ക്. സ്ഥിരം എൻ്റെ ഇതാണ്. ഞാൻ തേക്കാൻ മറന്നു പോവുകയും ചെയ്യാൻ ഞാൻ മറക്കും എന്നും. എന്നിട്ട് ഈ പോവാൻ നേരത്തെ ഓടിപ്പിടിച്ച് തേച്ചാൽ എനിക്കൊരു സമാധാനം കിട്ടും. അതെന്നും അങ്ങനെയാണ് കേട്ടോ. അന്നേനെയും അപ്പൂനെയും സില്ലുവിനെയും ഒക്കെ അവിടെ കുളിപ്പിച്ചിരുത്തിയിട്ടുണ്ട്. കുളിപ്പിച്ച് ഞാൻ ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ യൂണിഫോം മാറ്റിക്കുള്ളൂ. കാരണം ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഛർദിക്ക് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ യൂണിഫോം മാറ്റിക്കുള്ളൂ. അപ്പൂൻ്റെ ലഞ്ച് ബോക്സാണിത്. അപ്പൂന് ലഞ്ച് പാക്ക് ചെയ്യാണ്. നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി ഇട്ട് കൊടുത്തു, സാമ്പാർ. അങ്ങനെയാണ് അപ്പൂന് ഇന്നത്തെ ലഞ്ച് ബോക്സ് നമ്മൾ പാക്ക് ചെയ്യുന്നത് കേട്ടോ.
അന്നക്കുട്ടി ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണ നേരത്തെ എൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. അന്നേനെ ഒന്ന് സ്കൂളിലേക്ക് പറഞ്ഞു വിടുമോ, അന്ന LKG-ലേക്കാണോ പോകുന്നത്, അതോ അന്നെ പ്രീ-KG തന്നെ ഇരുത്തുമോ, മമ്മി സില്ലു വരുന്നുണ്ടോ, സില്ലുവിനെ സ്കൂളിലോട്ട് പറഞ്ഞയക്കുന്നുണ്ടോ, അങ്ങനെ 100 കൂട്ടം ക്വസ്റ്റ്യൻസ് ഉണ്ട് അന്നക്കുട്ടിക്ക്. ഇന്ന് നേരം വെളുത്തപ്പോൾ ഇത്ര നാളും സ്കൂളിലോട്ട് പോയിരുന്നില്ലല്ലോ, അതിൻ്റേതായ എല്ലാതരം മടിയും നമ്മുടെ അന്നക്കുട്ടിക്കുണ്ട്. വലിയ ഇഷ്ടമൊന്നുമില്ല ആൾക്ക്, എന്നാലും പുതിയ ബാഗും പുതിയ കൊടയും ഇതൊക്കെ സ്കൂളിലോട്ട് പോകാൻ ആൾക്ക് ഇച്ചിരി താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് അന്നക്കുട്ടി ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അന്നക്കുട്ടിയുടെ വാട്ടർ ബോട്ടിലായിട്ടാണ് കേട്ടോ അന്നക്കുട്ടി കഴുത്തിലിട്ടിരിക്കുന്നത്. അന്നക്കുട്ടി പാല് കുടിക്കുകയാണ്. ഞാൻ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പാല് കൊടുക്കും. അപ്പോസിന് മാത്രമേ ടൈ ഉള്ളൂ, അന്നക്കുട്ടിക്കും സില്ലക്കുട്ടിക്കും ടൈ ഇല്ല കേട്ടോ. അന്നക്കുട്ടിക്ക് യൂണിഫോം കിട്ടി, സില്ലക്കുട്ടിയുടെ യൂണിഫോം ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. അതുവരെ സില്ലക്കുട്ടി കളർ ഡ്രസ്സിലാണ്. അപ്പൂസിന് ഞാൻ വേഗം ഒരുക്കി വിടുകയാണ്. അപ്പൂസിൻ്റെ ഓട്ടോ ഒപ്പം വരും. സില്ലക്കുട്ടീനെ അന്നക്കുട്ടീനെ നമ്മൾ നമ്മുടെ കൂടെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൂസ് പോയി സില്ലക്കുട്ടി നമ്മളും എൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അമ്മയും കൂടെ സ്കൂളിലോട്ട് ഒരു ഓട്ടോ പിടിച്ച് പോവുകയാണ്. അധികം ദൂരമൊന്നുമില്ല സ്കൂള്, ഓട്ടോയിൽ ഒരു 5 മിനിറ്റ് എവിടുന്നുള്ളൂ. അപ്പോൾ സില്ലക്കുട്ടി സ്കൂളിലെത്തി. സില്ലക്കുട്ടി ഓട്ടോന്ന് ഇറങ്ങിയ വശം ഓടി. സില്ലക്കുട്ടി ആദ്യമായിട്ടാണ് സ്കൂൾ കാണുന്നത്. അവളെ ഇതിനു മുന്നേ സ്കൂളിലോട്ട് കൊണ്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക്. ബുക്ക് വാങ്ങാനും അഡ്മിഷനൊക്കെ ഞാൻ മാത്രമാണ് വന്നതെന്ന് തോന്നുന്നു. നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ക്യാരക്ടേഴ്സിൻ്റെ പേര് എനിക്ക് അത്ര വലിയ വശമില്ല, എന്നാലും അവിടെ 2 കാർട്ടൂൺ ക്യാരക്ടേഴ്സ് നിൽക്കുന്നുണ്ട്. അന്നക്കുട്ടി ഓടിച്ചെന്ന് കൈ കൊടുത്തു. സില്ലക്കുട്ടിക്ക് എന്തോ ഒരു പേടി. അവസാനം സില്ലക്കുട്ടി പോയി കൈ കൊടുത്തു. അന്നക്കുട്ടിക്ക് സന്തോഷമായി ഇവരെ കാണാൻ. അത് കഴിഞ്ഞതാ നമുക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനാണ് കേട്ടോ അന്നക്കുട്ടിയും സില്ലക്കുട്ടിയും ഇരിക്കുന്നത്. കുറച്ച് ഡാൻസും പ്രോഗ്രാമും ഇവർക്കൊക്കെ വെൽക്കം ബാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട് ചെന്നപ്പോൾ. അങ്ങനെ ആ മീറ്റിങ്ങും ഇൻസ്ട്രക്ഷൻസൊക്കെ കഴിഞ്ഞ് നമ്മൾ സില്ലക്കുട്ടിയുടെ ക്ലാസ്സാണ് കേട്ടോ. ഇത് പ്രീ-KG. സില്ലക്കുട്ടിയുടെ ക്ലാസ്സിലോട്ട് വന്നിരിക്കുകയാണ്. മിഠായി കൊടുത്തിട്ടുണ്ട്, ബലൂണ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഒച്ചയും ബഹളമായിരുന്നു. കുറേ കുഞ്ഞു മക്കൾ കരയുന്നുണ്ടായിരുന്നു. നമ്മുടെ സില്ലക്കുട്ടിക്ക് ഇന്ന് യാതൊരു കുഴപ്പമില്ല. ഇത് അന്നക്കുട്ടിയുടെ ക്ലാസ്സാണ്. അന്നക്കുട്ടിയും സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.